ഹായ് ഓൾ, ഈ ഒരു വീഡിയോ നിങ്ങൾ പാരൻസിന് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. കാരണം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഒരു ബെസ്റ്റ് ഡയപ്പർ അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ല ഡയപ്പർ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ഞാനിതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഡയപ്പർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി ഇത് ന്യൂ മോംസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഒരുപാട് ഡയപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്വിക്കായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. കാരണം ഞാൻ ഇതിൽ ഒരുപാട് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കും. കാരണം ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുള്ള, ഞാൻ അത് വർക്കൗട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡയപ്പേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാം. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ്, ന്യൂ ബോൺ ബേബീസിന് നമ്മൾ നാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, അതായത് ഇങ്ങനെ കെട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയപ്പർ ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഒരുപാട് ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മറ്റു ഓൺലൈൻ സൈറ്റ്സിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ നാപ്പീസ് അവൈലബിൾ ആണ്. അപ്പോൾ ന്യൂ ബോൺ ബേബീസിന് അത് യൂസ് ചെയ്യുന്നത് ഒന്നുകൂടെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ക്ലോത്തൊക്കെ വെച്ച് കൊടുക്കുമല്ലോ പണ്ടൊക്കെ. അപ്പോൾ ആ ഒരു ടൈപ്പ് തന്നെയാണ്. മീൻസ് അതിന് പകരമായിട്ട് ഇങ്ങനെ, അതാകുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണം ബേബീസിനെ. ഇതാവുമ്പോൾ നമ്മൾ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ കാലൊക്കെ ഇങ്ങനെ കാലിട്ടടിക്കുമ്പോൾ ഒന്നും അത് പോവില്ല, അഴിഞ്ഞു പോവില്ല. അങ്ങനെ കെട്ടുന്നൊരു ടൈപ്പ്, അതാണ് ന്യൂ ബോൺ ബേബീസിന് വരുന്ന നാപ്പീസ്. പിന്നെ ക്ലോത്ത് ഡയപ്പേഴ്സ് വരുന്നുണ്ട്. ക്ലോത്ത് ഡയപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാലോ. ഡിസ്പോസിബിൾ ഡയപ്പർ എന്ന് പറയുമ്പോൾ ഡിസ്പോസ് ചെയ്യണം, അതായത് ഒറ്റ യൂസിനെ അത് പറ്റുള്ളൂ. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്ത് കളയണം, നശിപ്പിച്ച് കളയണം. ക്ലോത്ത് ഡയപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ വരുന്നത് പാഡഡ് അണ്ടർവെയർ ആണ്. പാഡഡ് അണ്ടർവെയർ എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും ഒരു ഡയപ്പർ അല്ല. അതായത് ഡയപ്പർ എന്ന് പറയുമ്പോൾ യൂറിനൊക്കെ ഹോൾഡ് ചെയ്യും, അതിനുള്ള കപ്പാസിറ്റി കുറച്ച് 1-2 അപ്പോൾ അത് ഓരോ ബ്രാൻഡ്സും പറയുന്നതനുസരിച്ച് അത്രയും എണ്ണം യൂറിനൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷേ പാഡഡ് അണ്ടർവെയർസ് എന്ന് പറയുമ്പോൾ അത് മെയിൻലി പോട്ടി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഡയപ്പർ മാറ്റി കുട്ടികളെ യൂറിൻ പാസ് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുന്ന ആ ഒരു ടൈമിൽ, ഇപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ യൂറിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അറിയാണ്ട് യൂറിൻ ലീക്കേജ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് അധികം യൂറിനൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് സൂപ്പർ ബോട്ടത്തിൻ്റെ ബ്രാൻഡിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ മുകളിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പോയി കാണാം. സോ അതാണ് പാഡഡ് അണ്ടർവെയർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വരുന്നത്. ഒന്ന് നാപ്പി വരുന്നുണ്ട്, ക്ലോത്ത് ഡയപ്പർ വരുന്നുണ്ട്, ഡിസ്പോസിബിൾ ഡയപ്പർ വരുന്നുണ്ട്, പിന്നെ പാഡഡ് അണ്ടർവെയർ വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻസ് ആയിട്ടാണ് വേറെ പലതും വരുന്നത്. ഇപ്പോൾ ഡിസ്പോസിബിൾ ഡയപ്പർ തന്നെ പ്രീമിയം വരുന്നുണ്ട്, നൈറ്റ് യൂസ് ചെയ്യാനൊന്ന്, ഡെയിലി യൂസ് ചെയ്യാനൊന്ന്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. സോ വട്ടെവർ, അങ്ങനെ മെയിനായിട്ട് വരുന്ന 4 ടൈപ്സ് ഇതൊക്കെയാണ് എൻ്റെ അറിവിൽ. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് എനിക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കറിയില്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇതൊക്കെയാണ്. അപ്പോൾ എനിക്കറിയാത്ത എന്തെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയുക. കാരണം എനിക്കതൊരു പുതിയ ഇൻഫോർമേഷൻ ആയിരിക്കും. ഓക്കെ, സോ കം ടു എ പോയിന്റ്. നമ്മളൊരു ഡയപ്പർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേബിയുടെ സൈസും ഏജും, അവരുടെ വയസ്സ്, അതുപോലെ തന്നെ അവരുടെ വെയ്റ്റ്. ഓക്കെ, സൈസ് അല്ലെങ്കിൽ വെയ്റ്റ്. അപ്പോൾ ഒരേ ഏജുള്ള കുട്ടികൾ ഒരേ വെയ്റ്റ് ആവണമെന്നില്ല, അല്ലേ? ഇപ്പോൾ ഒരു മാസമുള്ള പ്രായമുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ സെയിം വെയിറ്റ് ആവണമെന്നില്ല വേറൊരു ഒരേ മാസമുള്ള ഒരു ബേബിയുടെ വെയിറ്റ്, അല്ലേ? പക്ഷേ നമ്മൾ ജസ്റ്റ് ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ട് ന്യൂ ബോൺ സൈസിലുള്ള ഡയപ്പേഴ്സ് ഉണ്ട്. അത് ഒട്ടുമിക്ക ബേബീസിനും ഓക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഗ്രാജുവലി 2 മാസം 3 മാസമൊക്കെ ആവുന്ന സമയത്ത് നമ്മളെ ബേബീസ് ഫീഡിങ് ഒക്കെ തുടങ്ങി കുറച്ചൊക്കെ ഒന്ന് ഗുണ്ടുമണികളായി വരുമല്ലോ. ആ സമയത്ത് ചില ബേബീസ് ഭയങ്കരമായിട്ട്
തടി വയ്ക്കും, വെയിറ്റ് വയ്ക്കും. ചില ബേബീസ് അതുപോലെ തന്നെ കാണാറുണ്ട്. അപ്പോൾ അവരുടെ വെയിറ്റ് നോക്കുക. ആ വെയിറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഡയപ്പറിൻ്റെ സൈസ് കൂട്ടുക. ഓക്കെ, ചിലർ ഭയങ്കരമായിട്ട് വെയിറ്റുള്ള കുട്ടികൾക്ക് ഈവൻ അവരുടെ തൈസിലൊക്കെ ഭയങ്കരമായിട്ട് വണ്ണുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് ലാർജിക്കൊക്കെ പോവാം ഇൻ സം കേസസ്. എപ്പോഴും അങ്ങനെ കാണാറില്ല, എന്നാലും ഇപ്പോൾ മീഡിയം, ലാർജ് ആ ഒരു ഇതിൽ വരും. പിന്നെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ബേബിയുടെ സൈസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എപ്പോഴും അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഡയപ്പർ ചൂസ് ചെയ്യാൻ. ഇനി നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡയപ്പർ ഭയങ്കര ചെറുതാണ് അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡയപ്പറാണ് എന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് റാഷസ് വരാനുള്ള കാരണമാവും, റെഡ്നെസ്സും കാര്യങ്ങളും വരാനുള്ള റീസൺ വരും. ഓക്കെ, അപ്പോൾ അതൊരു പോയിൻ്റ്, ഈ സൈസ് കറക്റ്റ് അല്ലെങ്കിൽ. ഇനി അഥവാ നിങ്ങൾ കുറച്ച് വലിയ സൈസ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം, അപ്പോൾ ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് പ്രോപ്പർ കറക്റ്റായിട്ടുള്ള സൈസ് നോക്കി ഡയപ്പർ വാങ്ങിക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ കറക്റ്റ് ഡയപ്പർ വാങ്ങിക്കാണ്ട് നമ്മൾ ആ ഡയപ്പറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം. നെക്സ്റ്റ് കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡയപ്പറിൻ്റെ മെറ്റീരിയൽ, ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഡയപ്പർ ഉണ്ടാക്കിയിട്ടുള്ളത്. ലൈക്ക് ഇപ്പോൾ കോട്ടൺ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, സേഫ് ആയിരിക്കും കുഞ്ഞുങ്ങളുടെ സ്കിന്നിനൊക്കെ. കാരണം അവരുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് കാരണം അവർക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഡയപ്പേഴ്സ് മാത്രം ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചില ഡയപ്പേഴ്സിൽ ഇതുപോലെ ഫ്രാഗ്രൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, അത് യൂറിൻ്റെ സ്മെല്ല് പുറത്തു വരാണ്ടിരിക്കാനും അങ്ങനെയൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ബേബീസിൻ്റെ സ്കിന്നിനൊക്കെ നല്ലതാവണമെന്നില്ല, ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. നല്ല മെറ്റീരിയൽ, അതായത് കോട്ടൺ ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഡയപ്പേഴ്സ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ചില ഡയപ്പറിൻ്റെ ഔട്ടർ ലെയർ ഭയങ്കരമായിട്ട് ലീക്ക് പ്രൂഫ് ആവണമെന്നില്ല, സെമി ലീക്ക് പ്രൂഫൊക്കെ ആയിട്ടുള്ള ഔട്ടർ ലെയറുള്ള ഡയപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡയപ്പേഴ്സ് ആകുമ്പോൾ ഒന്ന് ഫില്ലായി കഴിഞ്ഞാൽ തന്നെ ഡയപ്പർ ലീക്ക് ആവാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കാം. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ. വെറ്റ്നസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഡയപ്പറിൻ്റെ, ഇപ്പോൾ ഡിസ്പോസിബിൾ ഡയപ്പർ ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈന് കാണാം. ചിലതിൽ കളേർഡ് ലൈനൊക്കെ ആയിരിക്കും. അപ്പോൾ ഡയപ്പർ ഫില്ലായി കഴിഞ്ഞാൽ അതിൽ ആ ഒരു മാർക്കിംഗ് കാണാം, വെറ്റ്നസ് ഇൻഡിക്കേറ്ററിൽ ഫുള്ളായി എന്നുള്ള ഒരു മാർക്കിംഗ് കാണാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് റാഷസും അതുപോലെ തന്നെ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പോൾ ഇതൊക്കെ ന്യൂ മോംസിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു വെറ്റ്നസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വെറ്റ്നസ് ഇൻഡിക്കേഷൻ ഇല്ലാത്ത ഡയപ്പേഴ്സും ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നമ്മൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് ഫില്ലായി കഴിയുമ്പോൾ ഇങ്ങനെ മീൻസ് ഇങ്ങനെ കുറച്ച് വീർത്ത് നിൽക്കുമല്ലോ, അപ്പോൾ നമുക്ക് ലീക്ക് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനൊക്കെ ചിലപ്പം ടച്ച് ചെയ്ത് നോക്കാറുണ്ട് ഉള്ളിൽ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ നനവ് തോന്നുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു വെറ്റ്നസ് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് അടുത്തത് പറയാൻ പോകുന്നത്, അബ്സോർബൻസി. ഓക്കെ, അബ്സോർബൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡയപ്പറിന് എത്രത്തോളം യൂറിൻ ഹോൾഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ യൂറിൻ അതിന് എത്രത്തോളം അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എത്രത്തോളം യൂറിൻ അതിന് പിടിച്ചു വയ്ക്കാം. ഓക്കെ, അങ്ങനെ പറയാം, ഉള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു അബ്സോർബൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില ഡയപ്പേഴ്സിന് ഓൾ നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. ഡേ ടൈമിൽ യൂസ് ചെയ്യുന്ന ഡയപ്പർ സെപ്പറേറ്റ് ഉണ്ടാവും, നൈറ്റിൽ യൂസ് ചെയ്യുന്ന ഡയപ്പേഴ്സ് സെപ്പറേറ്റ് ഉണ്ട്. അങ്ങനെ പ്രീമിയം ഡയപ്പേഴ്സ് ഉണ്ട് ഭയങ്കരമായിട്ട് ഹോൾഡിങ് കപ്പാസിറ്റി ഉള്ള. അപ്പോൾ അത് നിങ്ങളുടെ ബേബീസിൻ്റെ യൂറിൻ എത്രത്തോളം ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ ആ ഒരു അബ്സോർബൻസി നോക്കിയിട്ട് കൂടെ വേണം ഡയപ്പർ വാങ്ങിക്കാനായിട്ട്. സോ നമ്മളിപ്പോൾ ഒരുപാട് പോയിന്റ്സ് നോക്കി. ഫസ്റ്റ് നമ്മുടെ ബേബിയുടെ ഏജും അതുപോലെ തന്നെ വെയിറ്റ് അല്ലെങ്കിൽ സൈസ്, പിന്നെ പറഞ്ഞിട്ടുള്ളത് ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെറ്റ്നസ് ഇൻഡിക്കേറ്റർ. ആ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ഫില്ലായോ, ഡയപ്പർ ഫില്ലായോ ഇല്ലയോ എന്നുള്ളതൊക്കെ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ നോക്കിയിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫോർത്ത് വൺ എന്ന് പറഞ്ഞത്
അബ്സോർബൻസി, എത്രത്തോളം യൂറിൻ അബ്സോർബ് ചെയ്യാൻ പറ്റും നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ആ ഒരു ഡയപ്പറിന് എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ ഒരു ഡയപ്പർ വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിലാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അതെല്ലാം നിങ്ങൾ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അതിൻ്റെ പാക്കേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. നമുക്ക് കിട്ടിയ ഡയപ്പർ വാങ്ങിച്ചു പോരാണ്ട് നമ്മുടെ ബേബീസിന് ഒക്കെ ആവുന്ന ഡയപ്പർ മാത്രം വാങ്ങിക്കുക. പിന്നെ മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഓൺലൈനിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ബൾക്കായിട്ട് വാങ്ങിക്കും അല്ലേ, വലിയ പാക്കേജൊക്കെ വാങ്ങിക്കും. അതാവുമ്പോൾ നമുക്ക് റേറ്റ് കുറവിന് കിട്ടും. ഒരുപാട് എണ്ണം ഉണ്ടായിരിക്കും ഡയപ്പർ. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുഞ്ഞ് പാക്കേജിന് തന്നെ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം, അതായത് ആ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ചെറിയ പാക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ആദ്യം വാങ്ങിച്ച് യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണ്, എൻ്റെ ബേബിക്ക് ഇത് പറ്റും, ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ല, എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അതിൻ്റെ ബൾക്കായിട്ട് അല്ലെങ്കിൽ വലിയ പാക്ക് വാങ്ങിക്കുക. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞ ഈ ഒരു 4-5 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഇത് മൈൻഡിൽ വെക്കുക എപ്പോഴും നിങ്ങളൊരു ഡയപ്പർ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത്. ഇത് ഫസ്റ്റ് ടൈം, അതായത് ന്യൂ മോംസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഡയപ്പർ വാങ്ങിക്കാത്തൊരു പാരൻ്റ് ആണെങ്കിൽ അവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതോ നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് പോയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെയുള്ള ബേബി പ്രൊഡക്ട്സ് റിവ്യൂസിനും ടിപ്സിനും ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, അതായത് ബേബി പ്രൊഡക്ട്സ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്കറിയുന്ന എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.